ഷീറ്റ് ഗ്ലോസി ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ. പക്ഷേ എന്നെ എൻ്റെ എൻ്റെ മേക്കപ്പ് അതിമനോഹരമായിരുന്നത് കൊണ്ട് എന്നെ ഫംഗ്ഷന് വന്ന എല്ലാവരും പ്രേതമെന്നാണ് വിശേഷിപ്പിച്ചത്. അല്ലല്ലോ നോക്കി, ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പിന്നെയും വൃത്തികേടൊന്നും അധികം അറിയാത്തത്. എൻ്റെ മുഖം ഇങ്ങനെയല്ലേ. സെപ്പറേറ്റ് ഫോട്ടോ, ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും ഞാൻ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ഫാമിലി ഫോട്ടോയിലും മാക്സിമം പറ്റുന്ന രീതി ആഡ് ചെയ്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇപ്പോൾ ഫൈനലി വെയിറ്റ് ചെയ്തിരുന്ന് എനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ റിസപ്ഷന്റെ ആൽബം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൽബം ഫസ്റ്റ് കാണാം, പിന്നെ അതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും കൂടെ നോക്കാം. ആൽബത്തിന്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടെ കിട്ടുമല്ലോ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇങ്ങനെ കലണ്ടർ കിട്ടിയിട്ടുണ്ട്. കലണ്ടർ ഇപ്പം മിക്കവരും കൊടുക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞ് ടൈപ്പ് ഉണ്ടല്ലോ, പുതിയ മോഡൽ, അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട്. വീഡിയോയില് മറ്റേ വെട്ടം അടിച്ചിട്ട് ഇത് ഗ്ലോസി ഫിനിഷ് ആണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഭംഗി കാണാൻ പറ്റില്ല. കണ്ടോ, നമ്മുടെ വെഡിങ് ഡേറ്റ് ടു നെക്സ്റ്റ് ഇയർ ആ ഒരു ഡേറ്റ് വരെയാണ് ഇത്. അതായത് നമ്മുടെ നോർമൽ കലണ്ടർ പോലെ ജനുവരി ടു ഡിസംബർ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഏപ്രിൽ ആണെങ്കിൽ ഈ ഏപ്രിൽ തൊട്ട് അടുത്ത ഇയർ ഏപ്രിൽ വരെ അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് 2027 ഏപ്രിൽ വരെ ഉള്ളത് ഉണ്ട്. ഇതിനകത്ത് വേണ്ട 2027 ഏപ്രിൽ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്ലോസി ഫിനിഷ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ 3 ഫോട്ടോ ഫ്രെയിം, അതായത് 3 അല്ല 2 പക്ഷെ എനിക്ക് ആൽബത്തിന് 1-2 ലീഫ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും അങ്ങ് ഒരുപാട് വലിയ രീതിയിലുള്ള ഫംഗ്ഷൻ കുറേ പേര് വന്നു, പക്ഷേ ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് കാരണം വേണ്ടപ്പെട്ടവരായും കുറേ പേര് ഫോട്ടോ എടുക്കാതെ പോകും. അപ്പോൾ ആവശ്യമുള്ളവരും ഫോട്ടോയിൽ കുറേ പേരില്ല. ഇപ്പോൾ ലീഫ് 1-2 കുറവായതുകൊണ്ട് എനിക്ക് ആ ചേട്ടന് എക്സ്ട്രാ ഒരു ഫ്രെയിം കൂടെ തന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം ഇച്ചിരി വലിയ രീതിയിലാണ് ഫ്രെയിം ചെയ്ത് തന്നേക്കും. ഇങ്ങനെ 3 ഫ്രെയിം, അതായത് ഒരെണ്ണം ഫാമിലി ഫോട്ടോ, പിന്നെ 2 അതായത് ഫാമിലി ഫോട്ടോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടേത്, പിന്നെ ഞങ്ങളുടെ 2 ഫോട്ടോസ്, ഒരെണ്ണം ഇത്, പിന്നെ ഒരെണ്ണം പിന്നെ ഒരെണ്ണം. ഇത് ഗ്ലാസ് നോക്കി, ഞാൻ ഫസ്റ്റ് ടൈം ആൽബത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്ലാസിന്റെ ഇത് കാണുന്നു. കൊള്ളാം. ലെറ്റ്സ് ഓപ്പൺ. ഇത് മാറ്റ് ഫിനിഷ് ആണ് ഇതിന്റെ ഇത് ഷീറ്റ്. ഗ്ലോസി ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ. പക്ഷേ ഞാൻ ജസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഗ്ലോസി ആണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു, ക്വാളിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം മാറ്റ് ഫിനിഷിൽ ചെയ്തതാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഭംഗി മാത്രം പോരല്ലോ, കുറേ നാൾ ഇരിക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പം ഇത് നല്ലതാണ്. ഇത് ആങ്കർ സ്റ്റെഫി എൻട്രി ഉള്ളല്ലേ, നല്ല എൻട്രി, നല്ലൊരു ഫോട്ടോ. പിന്നെ നിങ്ങൾ 2 ഫാമിലിയിലുള്ള പാരൻസ്. ഇത് കേക്കിൻ്റെ റിസപ്ഷൻ മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു ആൽബമാണുള്ളത്. എൻ്റെ പൊന്നോ, ഞാൻ ഇരിക്കുന്ന നോക്കിയേ, പ്രേതം. എൻ്റെ മേക്കപ്പ് അതിമനോഹരമായിരുന്നത് കൊണ്ട് എന്നെ ഫംഗ്ഷന് വന്ന എല്ലാവരും പ്രേതമെന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെ കോണ്ടാക്ട് ലെൻസ് കണ്ണും ഊരിക്കളഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ചെങ്കിലും, മൊത്തത്തിലല്ല കുറച്ചെങ്കിലും ശരിയായത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന അപാകത അതാണ്, മേക്കപ്പ്. എൻ്റെ ആൽബമേ കുളവായിപ്പോയി. ഫ്രണ്ട് എന്നുള്ള ഒരു ഫോട്ടോ ഒരു നല്ലതല്ല. നോക്കി, ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പിന്നെയും വൃത്തികേടൊന്നും അധികം അറിയാത്തത്. എൻ്റെ മുഖം ഇങ്ങനെയല്ല ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ. ആൽബത്തിനൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്കാണ് കുഴപ്പം. കേക്ക് കട്ടിങ് ഇതൊക്കെ കൊള്ളാം, നല്ലതാണ്. മേക്കപ്പ് കൂടെ അടിപൊളിയായിരുന്നെങ്കിൽ നല്ല കിടിലമായേനെ ആൽബം.
എൻ്റെ പിള്ളേരും പിള്ളേരുടെ അമ്മമാരും ദുബാ ഇരിക്കുന്ന നോക്കിയത് ആ ഫോട്ടോ നല്ല അല്ലേടാ. പിന്നെ തരുണ്ട് വീക്കുണ്ട് ഗോവർദ്ധൻ, പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. മീനാക്ഷി ഗേള് നിൽക്കുന്നുണ്ടോ? മീനാക്ഷി, അനീഷ്. പിന്നെ ഇവരെ രണ്ടുപേരും പറയണ്ട, ഇവര് മൊത്തത്തിൽ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് ഇവര് റിസപ്ഷൻ ആയതുകൊണ്ട് കോമഡി ആയിരുന്നു. ഇവർ ഒരാൾ വരുമ്പോൾ അയാൾ വന്ന് ഫോട്ടോ എടുക്കും, കുറച്ച് കഴിയുമ്പോൾ വേറെ ആൾ വരും, അപ്പോൾ അയാൾക്ക് കൂട്ടിന് മറ്റേ ആളെയും കൂടെ വിളിക്കും. അങ്ങനെ എടുത്തെടുത്ത് കുറേ ഫോട്ടോ. പക്ഷെ എന്തായാലും ഞാൻ ഒന്നും കട്ട് ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ, ഇനി വേറെ ഉണ്ട്. ഇത് എല്ലാവരും അളിയനും കാത്തും എല്ലാവരും ഉണ്ട്. ദുബായും ഉണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും. ഇംഗ്ലീഷ് സിനിമയിലെ പ്രേതത്തിനെ പോലെ ഉണ്ട് എന്നെ കാണാൻ. എന്തായാലും മലയാളം പ്രേതം ആക്കിയില്ലല്ലോ. താജു ആൻറ്റി, പിന്നെ ഞങ്ങളുടെ സെൽഫി. ഇത് പിന്നെ 2 പേജ് വീട്ടുകാർക്ക് ഒറ്റയ്ക്കായിട്ട്. മറക്കുന്ന ഏറ്റവും വലിയ പാട്ട് പെട്ടെന്ന് കാണിക്കും, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയിരിക്കും. വേണ്ട, അടുത്ത സെക്കൻഡ്. ഇത് ഞങ്ങളുടെ മിസ്സ് പിന്നെ ലാസ്റ്റാണ് വന്നത്. അപ്പം മിസ്സ് വന്നപ്പോൾ പിന്നെയും ഫോട്ടോ എടുത്തു. അപ്പം മിസ്സും ഹസ്ബൻഡും. ബാക്കി നിഷാംസിന് വരാൻ പറ്റിയില്ല, സർലി മിസ്സിനും വരാൻ പറ്റിയില്ല. പിന്നെ ഇവര് വേറെ ഫോട്ടോ. പിന്നെ ഇതൊക്കെ അവിടുത്തെ റിലേറ്റീവ്സ് ആണ്. ധൻസിക്കാടെ വൈഫ് മൂത്തുമ്മ, മൂത്തുമ്മ. വല്യപ്പ. ഇത് ചേച്ചിയുടെ നോക്കിക്കാം. നിങ്ങള് ഞാൻ ഷോർട്സ് ആദ്യമേ ഇടുമോന്ന് എനിക്കറിയത്തില്ല. ഞാൻ സർപ്രൈസ് കൊടുത്ത വീഡിയോ ആണ് ഇത്. ഈ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എടുപ്പിച്ചത്. ഇപ്പുറത്തോട്ട് 2 പേര് ആഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് സ്പേസ് അത്ര ഇട്ടിട്ട് വേണം എടുക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് എടുപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ എടുത്ത ഫോട്ടോ. പക്ഷെ ഇത് സിംഗിളായിട്ട് ഓൾറെഡി ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇത് ആൽബം ഞാൻ എന്നിട്ട് ആരും പറഞ്ഞില്ല. ജസ്റ്റ് ആൽബത്തിന്റെ ലേഔട്ട് കിട്ടിയപ്പോൾ അമ്മയടുത്ത് മാത്രം പറഞ്ഞു. എന്നിട്ട് വേറെ ആരും അറിയത്തില്ല. പിന്നെ അച്ചുവിൻ്റെ ഫോട്ടോ വെച്ചോണ്ട് അവനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവനറിയായിരുന്നു. പിന്നെ മെസ്സേജിന് ഇതുകൊണ്ടെന്ന് കാണിച്ചപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നപ്പോൾ ആള് പറകെ ഇങ്ങനെ എൻ്റെ കൂടെ ഇല്ലല്ലേ, അവർ രണ്ടുപേരും ഇല്ലായിരുന്നു, മോനും ഹസ്ബൻഡും ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമം ആൾക്കുണ്ടായിരുന്നു. ഞാൻ മിണ്ടിയില്ല, കാരണം ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ആൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ പിന്നെ ഒരു സർപ്രൈസ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെയാണ് ഞാൻ സർപ്രൈസ് കൊടുത്തത്. കാണിച്ചു തരാം, ഇതിൻ്റെ അകത്തുണ്ട് ആ ഫോട്ടോ. ഞാൻ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ഫാമിലി ഫോട്ടോയിലും മാക്സിമം പറ്റുന്ന രീതി ആഡ് ചെയ്ത്. അതെൻ്റെ ഫാമിലി ഫോട്ടോ. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വിഷമം മാറിയോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവർ രണ്ടുപേരും വരാത്തതിന് ഭയങ്കര വിഷമമായിരുന്നു. വിഷമം മാറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറിയിട്ടില്ല, കാരണം അവർ രണ്ടുപേരും ഞാൻ ആഡ് ചെയ്ത്. പക്ഷേ എൻ്റെ വല്യമ്മ വന്നിട്ടില്ലായിരുന്നു. ചേച്ചി, ബെറ്റി ചേച്ചി, മക്കള് ബ്രിട്ടോ, സിജോ, അവരാരും ഇല്ല. അവരെല്ലാം കൂടെ ആഡ് ചെയ്യണമായിരുന്നു. പക്ഷെ പറ്റിയില്ല, അത് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഇവര് തന്നെ എങ്ങനെയുണ്ടൊക്കെ ഇവരാദ്യമേ ഇവര് വരത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ചെയ്ത് കിട്ടിയത്. പക്ഷെ അവരെ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അവരെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് ഇൻകംപ്ലീറ്റ് ഫ്രെയിമാണ് സത്യം പറഞ്ഞാൽ. ഇത് കണ്ടപ്പോൾ ചേച്ചി ഞെട്ടി, സത്യം പറയാൻ ഞെട്ടി. കാരണം പ്രതീക്ഷിച്ചില്ല. ആളെ ഞാൻ ഒരു ഹിന്റ് പോലും കൊടുത്തില്ല. സുലു ഓൾറെഡി ഇങ്ങനെ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരു ഹിന്റ് പോലും കൊടുക്കാതെ ചെയ്തത്. ഇതവിടെ നിന്ന് ഫാമിലി ശനിയാഴ്ച എല്ലാവരും സെപ്പറേറ്റ് എടുത്ത ഫോട്ടോ ഒക്കെ. പിന്നെ അതോടെ ഞാൻ ഫാമിലി ഇവിടെ ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഓക്കെ, ഇത് അജിയുടെ കൂട്ടുകാരന്മാരും വൈഫുമാണ്.
ഗോപു ആൻഡ് ഫാമിലി. ഇത് വാപ്പാടെ അനിയനും വൈഫും എല്ലാരും ഉണ്ട്. എനിക്ക് അയ്യോ ഞങ്ങള് സെപ്പറേറ്റ് ഫോട്ടോ. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രണ്ട് ഫോട്ടോ നല്ല ഭംഗിയാണ്. ഫോണിൽ കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ നല്ലതാ. എല്ലാരും ഉണ്ട്. പിന്നെ അതായത് ഈ ഫോട്ടോ ആണ് ഞാൻ പറഞ്ഞത് ആഡ് ചെയ്ത കാര്യം. ഇതൊക്കെ കണ്ട പക്ഷെ പറയത്തില്ല ആഡ് ചെയ്തതെന്ന്. ഞാൻ ഒരേ കളർ ഡ്രസ്സ് വരെ ഞാൻ ഒപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് മാറ്റി എഡിറ്റ് ചെയ്തിട്ട് ചേട്ടൻ അയച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ എനിക്ക് പറഞ്ഞ പോലെ തന്നെ സെറ്റാക്കി തന്നു. കണ്ട മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ചെയ്തെന്ന്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ല അവർ രണ്ടുപേരും കല്യാണത്തിന് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ആളുടെ കണ്ടത് ഇറങ്ങിയത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആഡ് ചെയ്തപ്പോൾ സന്തോഷം. പക്ഷെ വല്യമ്മേനൊക്കെ കൂടെ ആഡ് ചെയ്യണമായിരുന്നു. അത് പറ്റിയില്ല. എന്തായാലും പോട്ടെ. പിന്നെ വേറെ ഫോട്ടോ എടുക്കുക. ഇത് ഡാൻസിന്റെ ഫോട്ടോ. ലാസ്റ്റ് ഡാൻസ് കളിച്ചതിന്റെ. തീരെ ഇത്രേ ഉള്ളൂ. കുറച്ച് ലീഫേ ചെയ്യിപ്പിച്ചോളൂ. ഒരുപാട് വലിയതായിട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ 1 വീക്കിനുള്ളിൽ സെറ്റ് ചെയ്ത ഫംഗ്ഷനാണ്. അതാ കണ്ടോ. ഇതൊക്കെ ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോസ്. ഇത്രേ ഉള്ളൂ. ലവ് കഴിഞ്ഞു. ഇത് വീഡിയോ ആണ്. ഇതിൻ്റെ പെൻഡ്രൈവ് കൂടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ഇടുന്നത്. ഇത് ഞങ്ങൾ ടി വി കാണുന്നതാണ്. ഇത് പിന്നെ ഞാൻ ഇതിൻ്റെ വോയിസ് ഒന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്തത്. ഇതിൻ്റെ അകത്ത് പാട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഇടാത്തത്. ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യും. ഇതിനെല്ലാം പുറമെ ഈ ഒരു പെൻഡ്രൈവിൽ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോയും പിന്നെ ആൽബത്തിൻ്റെ ലേഔട്ടും എല്ലാം ആയിട്ട് ചെയ്ത ഫോട്ടോയും എല്ലാം ഇതിൻ്റെ അകത്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റീൽ വീഡിയോ കൂടെ എനിക്ക് ചേട്ടൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് അല്ലാതെ എനിക്ക് ഫോണിൽ എഡിറ്റ് ചെയ്ത് കുറച്ച് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് അയച്ചു തരാനും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. പറഞ്ഞതൊക്കെ അവർ ചെയ്തു തന്നു മാക്സിമം. എൻ്റെ മേക്കപ്പ് മാത്രം പാളിപ്പോയതുകൊണ്ട് മൊത്തത്തിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അപാകത ഉണ്ടായിരുന്നു. അല്ലാതെ എല്ലാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അത് പിന്നെ ഇപ്പം ചെയ്തില്ല, ഞാൻ പതുക്കെ ചെയ്യാം. കാരണം ഞാൻ വിചാരിച്ച കണക്ക് അധികം ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടാഞ്ഞു തോന്നും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.